ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുന്നു. അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്ന് കണ്ഠരര് രാജീവര് വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് താനല്ല എന്നും രാജീവര് വ്യക്തമാക്കുന്നു. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂവെന്നും പത്മകുമാറിന്റെ ദൈവതുല്യർ പരാമർശം ആരെക്കുറിച്ചാണെന്ന് അറിയില്ലെന്നും കണ്ഠരര് രാജീവര് പറഞ്ഞു. മൊഴി കൊടുത്ത ശേഷം വരുന്ന കണ്ഠരര് രാജീവരുടെ ആദ്യ പ്രതികരണമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോടെല്ലാം താൻ പറഞ്ഞിരുന്നു എന്നുള്ളതും കൂടിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് താനല്ല എന്നും കണ്ഠരര് രാജീവര് പറയുന്നു. ഒപ്പം തന്നെ താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം പത്മകുമാറിന്റെ ദൈവതുല്യർ പരാമർശം അത് ആരെക്കുറിച്ചാണെന്ന് തനിക്ക് അറിയില്ല എന്നും കണ്ഠരര് രാജീവര് വ്യക്തമാക്കി. മൊഴി നൽകിയ ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയ ശേഷം വരുന്ന പ്രതികരണമാണ്. പത്മകുമാറിന്റെ ദൈവതുല്യർ പരാമർശം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് ആരെക്കുറിച്ചാണെന്നുള്ളതിൽ വ്യക്തമില്ല. ആരാണ് ആ ദൈവം എന്നുള്ള ചോദ്യം ഇപ്പോഴും അപ്പോൾ നിലനിൽക്കുന്നു. തന്ത്രിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതും കൂടി പറയുന്നു. ഒപ്പം താൻ ചെയ്തതെല്ലാം താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതും കൂടിയാണ്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് താനല്ല എന്നുള്ളതും കൂടി വ്യക്തമാക്കുന്നു കണ്ഠരര് രാജീവര്. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. നമുക്ക് സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്ന് അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. മന്ത്രി കണ്ഠരര് രാജീവരുടെ പ്രതികരണമാണ് കേട്ടത്. ദൈവതുല്യർ ആരാണെന്ന് തനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? തനിക്കറിയില്ല എന്നുള്ളതും കൂടിയാണ്. അറിയാവുന്ന കാര്യങ്ങൾ താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നും പുറത്ത് വെളിപ്പെടുത്താൻ പറ്റില്ല. എന്നിരുന്നാലും നിരവധി കാര്യങ്ങൾ തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് തന്ത്രി കണ്ഠരര് രാജീവര് വ്യക്തമാക്കുന്നത്.